Hello, dear students. Then we continue the next video. Last video നമ്മൾ ഡിസ്കസ് ചെയ്തത് വാട്ട് ഈസ് ദ നെസ്റ്റഡ് ഇൻട്രവൽസ് എന്നാണ് ലാസ്റ്റ് പറഞ്ഞാൽ നിർത്തിയത്. അപ്പൊ നെസ്റ്റഡ് ഇൻട്രവൽസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തായിരുന്നു അവിടുന്ന് മനസ്സിലാക്കിയത്? ദറ്റ് ഈസ് I1 ഇസ് എ സൂപ്പർ സെറ്റ് ഓഫ് I2, I3 ഇങ്ങനെ പോകുകയാണെങ്കിൽ ഫോർ ഓൾ n, അപ്പൊ നമ്മൾ ഇതിനെ നെസ്റ്റഡ് ഇൻട്രവൽ എന്ന് പറയും. കാരണം I1 എന്നുള്ള ഇൻട്രവൽ ദറ്റ് ഈസ് A1 B1, അതിനുള്ളിൽ A2 B2, അതിനുള്ളിൽ A3 B3, ഇങ്ങനെ വരുന്ന ഇൻട്രവൽസിനാണ് n വലുതാകും തോറും നമ്മുടെ ഇൻട്രവൽ ഉള്ളിലോട്ട് പോകും. അങ്ങനെ വരുമ്പോൾ ഇതിനെ നമ്മൾ നെസ്റ്റഡ് ഇൻട്രവൽസ് എന്ന് പറയും. അപ്പോൾ ആ നെസ്റ്റഡ് ഇൻട്രവൽസിന്റെ കാര്യം പറഞ്ഞിട്ട് നമ്മളവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു. ആ എക്സാമ്പിളിൽ നമ്മൾ പറഞ്ഞത് IN is equal to ക്ലോസ്ഡ് ഇൻട്രവൽ 0,1/n ആണെങ്കിൽ അത് നെസ്റ്റഡ് ആണെന്ന് പറഞ്ഞു. കാരണം ആദ്യത്തെ 0 1, അടുത്തതോ 0 1/2, ആദ്യത്തെ 0 1 ക്ലോസ്ഡ്, 0 1/2, 0 1/3, 0 1/4 അങ്ങനെ ഉള്ളിലോട്ട് വരും. അപ്പൊ ഇതിനെ നമ്മൾ നെസ്റ്റഡ് ഇൻട്രവൽ ആണെന്ന് പറഞ്ഞു. ഇതിലെ കോമൺ പോയിന്റിന് എല്ലാത്തിനും ഇന്റർസെക്ഷൻ ആരായിരിക്കും? 0 ഉണ്ടായിരിക്കും എല്ലാത്തിലും കോമൺ ആയിട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ 0 is the only common point and also intersection n equal to 1 to infinity in എന്ന് പറയുന്നത് സിംഗിൾട്ടൺ 0 ആയിരിക്കും. ഇതാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അടുത്ത എക്സാമ്പിൾ that is jn equal to 0,1/n where ഇത് ഓപ്പൺ ആണെങ്കിൽ this is also nested but there is no common point. കാരണം ഇത് നമുക്ക് നോക്കിയാൽ അറിയാം, ഇത് ഇങ്ങനെ വരും 0,1, ഇത് ഓപ്പൺ ആണ്, അപ്പൊ 0യും 1 ഇതിലില്ല. അടുത്തത് 0,1/2, അപ്പൊ 0യും 1/2 ഇല്ല. 0 1/3 ഇതൊന്നും ക്ലോസ്ഡ് അല്ല, അപ്പൊ എൻഡ് പോയിന്റ് ഇതിൽ വരുന്നില്ല. അപ്പോൾ ഇതിൽ ഒരു കോമൺ പോയിന്റും കണ്ടെത്താൻ പറ്റില്ല. അതേപോലെ അടുത്ത ഇന്റർവൽ എന്ന് പറഞ്ഞാല് kn equal to n to infinity, that means 1 to infinity, അടുത്ത 2 to infinity, 3 to infinity, ഇങ്ങനെ പോകും ഇന്റർവൽസ്. അപ്പോൾ 1 to infinity ഉള്ളിലാണ് 2 to infinity, പിന്നെ 3 to infinity. This is also nested and also there is no common point. Okay, അതിനും കോമൺ പോയിന്റ് ഇല്ല. ഇനി നമ്മൾ പറയുന്നത് നെസ്റ്റഡ് ഇന്റർവൽ പ്രോപ്പർട്ടി എന്താണെന്നാണ്. നെസ്റ്റഡ് ഇന്റർവൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാല് എന്ത് പറയാം? എവരി നെസ്റ്റഡ് സീക്വൻസ് ഓഫ് ക്ലോസ്ഡ് ബൗണ്ടഡ് ഇന്റർവൽ ഡസ് ഹാവ് എ കോമൺ പോയിന്റ്. ഏതൊരു നെസ്റ്റഡ് സീക്വൻസ് ഓഫ് ക്ലോസ്ഡ് ബൗണ്ടഡ് ഇന്റർവൽ എടുത്താലും അതിന് കോമൺ പോയിന്റ് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ വായിക്കാം? ഇഫ് IN ഈക്വൽ ടു AN BN ക്ലോസ്ഡ് ആണ്, n ഇതൊരു നെസ്റ്റഡ് സീക്വൻസ് ഓഫ് ക്ലോസ്ഡ് ബൗണ്ടഡ് ഇന്റർവൽ ആണെങ്കിൽ then there exists a number does have a common point ആണ്. That means there exists a number psi, real number psi, such that psi belongs to IN for all n in n. എല്ലാ ഇന്റർവെല്ലിലും I1ലും I2ലും I3ലും എല്ലാം കോമൺ ആയിട്ട് psi എന്നുള്ള ഒരു കോമൺ പോയിന്റ് ഉണ്ടായിരിക്കും. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് തന്നെ നമ്മൾ ഒന്നുകൂടെ ഇങ്ങനെ എഴുതിയെന്ന് മാത്രം. ഓക്കെ, ഫർദർ മോർ അതിന്റെ കൂടെ വേറൊരു പ്രോപ്പർട്ടി കൂടെ ഉണ്ടെങ്കിൽ ഏതാണ്? ഇഫ് ലെങ്ത് ഓഫ് BN മൈനസ് AN ഓഫ് IN. നിങ്ങൾക്കറിയാം ഒരു ഇന്റർവൽ A, B, ഈ ഇന്റർവൽ ഉണ്ടെങ്കിൽ അതിന്റെ ലെങ്ത് എന്താണ്? ഇത് തമ്മിലുള്ള ഡിഫറൻസ്, ദാറ്റ് ഈസ് B മൈനസ് A. ഇത് 2ഉം 5ഉം ആണെങ്കിൽ ഈ ഇന്റർവൽ ഇവിടെ 3 വരും, 4 വരും. അപ്പൊ എത്ര വരും? 1 2 3. അപ്പൊ 5 മൈനസ് 2 3 അല്ലെ? ഇതാണ് ലെങ്ത് ഓഫ് ദ ഇന്റർവൽ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇഫ് ലെങ്ത് ഓഫ് BN മൈനസ് AN ഓഫ് IN സാറ്റിസ്ഫൈ ചെയ്യുന്നു, എന്ത് സാറ്റിസ്ഫൈ ചെയ്യുന്നു? ഇൻഫിമം BN മൈനസ് AN ഈക്വൽ ടു 0. എന്ന് വെച്ചാൽ ഒരു നമ്മൾ എടുക്കുന്നത് ഒരു നെസ്റ്റഡ് ഇന്റർവൽസ് ആണ്. IN ഈക്വൽ ടു AN BN, n in n. അപ്പൊ നമ്മുടെ ഇന്റർവൽ എങ്ങനെയാ വരുന്നത്? ദിസ് ഈസ് A1 B1, അതിന്റെ ഇടയിൽ A2 B2, A3 B3, ഇങ്ങനെ ഇന്റർവൽസ് പോകുന്ന നെസ്റ്റഡ് ഇന്റർവൽ നമ്മൾ എടുത്തിരിക്കുന്നത്. ക്ലോസ്ഡ് ആണ്. ഈ ഇന്റർവലില് ഓരോ ആദ്യത്തെ B1 മൈനസ് A1, അടുത്ത B2 മൈനസ് A2, B3 മൈനസ് A3, ഇതാണ് ഓരോ ഇന്റർവലിന്റെയും ലെന്ത്. I1ന്റെ ലെന്ത്, I2ന്റെ ലെന്ത്, I3യുടെ ലെന്ത്, INന്റെ ലെന്ത്. അപ്പൊ അതിന്റെ ഏറ്റവും ചെറിയ വാല്യൂ 0 ആകുകയാണെങ്കിൽ എന്ന് വെച്ചാൽ അത് അകത്തോട്ട് വന്ന് ഇങ്ങനെ അവസാനം ലെങ്ത് ഓഫ് ദ ഇന്റർവൽ 0 ആണ് എന്ന് വെച്ചാൽ ഇൻഫിമം വാല്യൂ, അതിന്റെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട്, ഏറ്റവും
ചെറിയ ഇന്റർവൽ എന്ന് വെച്ചാൽ ഇന്റർവൽ ഇല്ല, ഒരു പോയിന്റിൽ എത്തുന്നു, അതിന്റെ ഇന്റർവലിന്റെ ലെന്ത് 0 ആണെങ്കിൽ ദെൻ ദ കോമൺ പോയിന്റ് സൈ ഈസ് യുണീക്ക്. അപ്പൊ നമ്മൾ പറഞ്ഞ് ക്ലോസ്ഡ് ബൗണ്ടഡ് ഇന്റർവൽ ആണെങ്കിൽ, നെസ്റ്റഡ് ഇന്റർവൽ ആണെങ്കിൽ അതിനൊരു കോമൺ പോയിന്റ് ഉണ്ടായിരിക്കും. അപ്പം ആ കോമൺ പോയിന്റ് സൈ ആണെന്ന് എടുത്താൽ ആ സൈ യുണീക്ക് ആയിരിക്കും ഇഫ് ഇൻഫിമം ബി എൻ മൈനസ് എ എന്നുള്ളത് 0 ആകുകയാണെങ്കിൽ. ലെങ്ത് ഓഫ് ദ ഇന്റർവെൽസ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും ലോവർ ബൗണ്ട്, ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ വാല്യൂ എന്ന് പറയുന്നത് 0 ആകുകയാണെങ്കിൽ ആ സൈ യുണീക്ക് ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. പ്രൂഫ്. സിൻസ് ദ ഇന്റർവെൽസ് ആർ നെസ്റ്റഡ്, നമുക്ക് തന്നിട്ടുണ്ട് നെസ്റ്റഡ് ആണ് ഇന്റർവെൽസ് എന്ന്. അപ്പൊ IN ഇസ് എ സബ്സെറ്റ് ഓഫ് I1 ഫോർ ഓൾ n. കാരണം A1 B1 A2 B2 അങ്ങനെ പോകുന്നത്, A3 B3 A4 B1 AN BN ഇങ്ങനെ പോകും. അപ്പൊ IN എന്ന് പറയുന്നത് ഏത് IN എടുത്താലും സബ്സെറ്റ് ഓഫ് I1 ആണ്. I1 ആണ് അതിന്റെ സൂപ്പർ സെറ്റ് ഫോർ ഓൾ n in n. അപ്പൊ AN A1 A2 A3 A4 AN ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു B1. ഇങ്ങനെ അറ്റത്തുള്ള അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത് B1 ആണ്. അപ്പൊ ഏത് ANഉം ലെസ് ദാൻ ഓർ ഈക്വൽ ടു B1 ആണ് ഫോർ ഓൾ n in n. അപ്പൊ നമ്മള് കൺസിഡർ ദ നോൺ എംപ്റ്റി സെറ്റ് AN n in n. അപ്പൊ നമ്മൾ ഈ ANകളുടെ അല്ല ഇപ്പോൾ ഇവിടെ വരച്ചല്ലോ, ANകളുടെ കാട്ടിയും അല്ല A1 B1 A2 B2 ഇങ്ങനെ പോയിട്ട് എക്സെട്ര ഇവിടെ AN BN. അപ്പൊ എല്ലാ ANകളെ കാട്ടിയും വലുതാണ് B1. അപ്പൊ നമ്മൾ AN n എന്നുള്ള ആ സെറ്റ് എടുക്കുന്നു, ഈ സെറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഈ സെറ്റിനെ കാട്ടിയും എന്റെ എല്ലാ അപ്പർ ബൗണ്ടാണ് B1, വലുതാണ് B1. അപ്പൊ ദിസ് സെറ്റ് AN ഈസ് ബൗണ്ടഡ് എബോവ് ബൈ B1. അപ്പൊ ബൗണ്ടഡ് എബോ ആണെങ്കിൽ അതിനൊരു അപ്പർ ബൗണ്ട് B1 ഉണ്ട് ANകൾക്ക്. ഇതാണ് ANകൾ. ANകളുടെ ഏറ്റവും വലിയ അപ്പർ ബൗണ്ട് B1 ആണെങ്കിൽ അപ്പർ ബൗണ്ട് ഉണ്ടോ അതിന് സുപ്രീമം ഉണ്ടായിരിക്കും. സുപ്രീമം ഉണ്ടെങ്കിൽ അതിന് സുപ്രീമം പ്രോപ്പർട്ടി ഉണ്ടായിരിക്കും. ദെൻ there is a supremum and let psi be the supremum. ആ സുപ്രീമത്തിനെ നമ്മൾ സൈ എന്ന് വിളിക്കുന്നു. അപ്പൊ എന്ത് പറ്റി, ഏത് AN എടുത്താലും അതിന് ഈക്വൽ ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും വലുത് സൈ ആണ്. ദാറ്റ് മീൻസ് AN is less than or equal to psi for all n in n ആണല്ലോ. ഇനി സൈ എന്ന് പറയുന്ന ANകളുടെ സുപ്രീമമാണ്. ANകൾ കഴിഞ്ഞിട്ടാണ് BN BN -1 BN -2 B2 B1 ഒക്കെ നിൽക്കുന്നത്. അപ്പൊ സൈ ഈസ് ഓൾസോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു BN ഫോർ ഓൾ n in n അല്ലെ. അപ്പൊ സൈ ANകളെക്കാട്ടിയും വലുതാണ്, കാരണം ANകളുടെ സുപ്രീമമാണ്. അതുപോലെ സൈ എന്ന് പറയുന്നത് BNകളെ കാട്ടി ഈക്വലോ അല്ലെങ്കിൽ കുറവോ ആയിരിക്കും. സൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു BN ഫോർ ഓൾ n in n. അപ്പൊ നമുക്ക് എന്താ കിട്ടിയത്, നമുക്കിപ്പം നമുക്ക് കിട്ടിയത് AN is less than or equal to psi എന്ന് കിട്ടി, less than or equal to BN for all n in n കിട്ടി. Next we have to show that for any particular n the number BN is an upper bound for the set AK in n. ഇനി നമ്മൾ പറയുന്നു we have to show that ഒരു particular n എടുത്താൽ BN എന്ന് പറയുന്നത് is an upper bound of the set AK in n. AKകളുടെ ANകളുടെ അപ്പർ ബൗണ്ട് ആണ് BN എന്നും നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ അറിയാം. A1 B1 അതിനുള്ളില് A2 B2 A3 B3 എക്സെട്ര AN BN. അപ്പൊ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ ANകളുടെ ഒരു അപ്പർ ബൗണ്ട് തന്നെയാണ് BNഉം എന്നാണ് പറയാൻ പോകുന്നത്. ANകളുടെ ഒരു അപ്പർ ബൗണ്ട് B1 ആണ്, ദാറ്റ് ഈസ് ക്ലിയർ. ദെയർഫോർ ANകളുടെ സെറ്റ്, ആ സെറ്റിന് ഒരു സെറ്റിനാണ് നമ്മൾ അപ്പർ ബൗണ്ട് പറയുന്നത്. ആ സെറ്റിന് ഒരു അപ്പർ ബൗണ്ട് ഉണ്ട്, അത് B1 ആണ്. അതുകൊണ്ട് അതിനൊരു സുപ്രീമം ഉണ്ട്. സുപ്രീമം പ്രോപ്പർട്ടി വെച്ചിട്ട് അതിനൊരു സുപ്രീമം ഉള്ളത് സൈ എന്ന് നമ്മൾ എടുത്തു. അപ്പൊ AN ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈ എന്ന് കിട്ടി. ഇനി നമ്മൾ ഇതിന്റെ ഒരു അപ്പർ ബൗണ്ട് തന്നെയാണ് BN എന്നും പറയാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് there are two cases. ഒന്നുകിൽ AK K in n എടുത്താൽ n ലെസ് K ഇവിടെ വരാം, n ലെസ് ദാൻ ഓർ ഈക്വൽ ടു K ആകാം. അപ്പം ഈ AN എന്ന് പറയുന്നത് ഇവിടെ ആകാം, ഇത് K ആകാം, n ലെസ് ദാൻ ഓർ ഈക്വൽ ടു K ആകാം. അപ്പൊ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു K ആകുകയാണെങ്കിൽ എന്താ വരുന്നത്, ഞാൻ A1 A2 A3 AN AK, അപ്പൊ ഇവിടെ വരുമ്പോഴോ BK PN അല്ലെ. അപ്പൊ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു K ആണെങ്കിൽ IN ആണ്, ദിസ് ഈസ് IN. IN ഈസ് വലുത്, IN ഈസ് ദ സൂപ്പർ സെറ്റ് ഓഫ് IK. അപ്പൊ IN contains IK.
അപ്പൊ നമുക്ക് ഈ റിലേഷൻ കിട്ടി. n ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ. നെസ്റ്റഡ് ഇന്റർവെൽസിന്റെ പ്രോപ്പർട്ടി എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? n ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ആണെങ്കിൽ, n ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ആണെങ്കിൽ ആരായിരിക്കും വലിയ സെറ്റ് എന്ന് പറയുന്നത്? IN ആയിരിക്കും. ആരെക്കാട്ടിയും വലുത്? IK കാട്ടിയും വലുത്. കാരണം I1 ഈസ് ഗ്രേറ്റർ ദാൻ I2, I2 ഈസ് ഗ്രേറ്റർ ദാൻ I3, അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ നമുക്ക് IN കണ്ടെയ്ൻസ് IK. IN കണ്ടെയ്ൻസ് IK ആണെങ്കിൽ ഇതാണ് ഫിഗർ. IN ആണ് വലുത്, IK ഇവിടെ നിൽക്കുന്നു. അപ്പൊ AK ലെസ് ദാൻ ഓർ ഈക്വൽ ടു BK ലെസ് ദാൻ ഓർ ഈക്വൽ ടു BN. അപ്പൊ എന്ത് കിട്ടി? AK ലെസ് ദാൻ ഓർ ഈക്വൽ ടു BN എന്ന് കിട്ടി, അല്ലെ? ഇനി n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു K ആണെങ്കിൽ, n ആണ് വലുതെങ്കിൽ AK BK IK ആയിരിക്കും IN കാട്ടിയും വലുത്. കണ്ടോ? അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത്? AK ലെസ് ദാൻ ഓർ ഈക്വൽ ടു AN ലെസ് ദാൻ ഓർ ഈക്വൽ ടു BN. അപ്പോഴും അത് തന്നെ കിട്ടി. അപ്പോൾ AK ലെസ് ദാൻ ഓർ ഈക്വൽ ടു AN ലെസ് ദാൻ ഓർ ഈക്വൽ ടു BN കിട്ടി. അപ്പൊ ഏത് കേസ് എടുത്താലും AK ലെസ് ദാൻ ഓർ ഈക്വൽ ടു BN. അപ്പൊ രണ്ട് കേസിലും AK ലെസ് ദാൻ ഓർ ഈക്വൽ ടു BN ഫോർ ഓൾ K. അപ്പൊ എന്താ കിട്ടിയ? BN ഈസ് ആൻ അപ്പർ ബൗണ്ട് ഫോർ ദ സെറ്റ് AK. അപ്പൊ AKകളുടെ അപ്പർ ബൗണ്ട് ആണ് BN എന്നും കിട്ടി. BN ഈസ് ആൻ അപ്പർ ബൗണ്ട് ഓഫ് ദ സെറ്റ് AK. അപ്പൊ നമുക്കറിയാം സൈ ബി ദ സുപ്രീമം ഓഫ് ദ സെറ്റ് എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട്. ആൻഡ് ഓൾസോ നമ്മൾ എഴുതിയിട്ടുണ്ട് സൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു BN ഫോർ ഓൾ n എന്ന് നമുക്ക് ആദ്യം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടിയത് BN ഈസ് ആൻ അപ്പർ ബൗണ്ട് ഓഫ് ദ സെറ്റ് AK എന്നാണ്. അപ്പൊ AKയുടെ സുപ്രീമമാണ് സൈ എന്ന് നമ്മൾ എടുത്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ BN ഈസ് ദ സുപ്രീമം ഓഫ് ദ സെറ്റ് എന്ന് നമ്മൾ കിട്ടി. BN ഈസ് ആൻ അപ്പർ ബൗണ്ട് ഓഫ് ദ സെറ്റ് AK K in N ആൻഡ് സൈ ബി ദ സുപ്രീമം ഓഫ് ദ സെറ്റ്. സുപ്രീമം ആണ്, ഇത് രണ്ടും അപ്പൊ അപ്പർ ബൗണ്ട് ആണ്. സുപ്രീമം ആയതുകൊണ്ട് സൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു BN ഫോർ ഓൾ n in N ആയിരിക്കും. കാരണം BN ഒരു അപ്പർ ബൗണ്ട് ആണ്, സൈ ഒരു അപ്പർ ബൗണ്ട് ആണ്. ബട്ട് സൈ ഈസ് ദ ലീസ്റ്റ് അപ്പർ ബൗണ്ട്, therefore സൈ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു BN. അപ്പൊ നമുക്ക് AN ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു BN എന്ന് ഇപ്പൊ കിട്ടി. AN ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു BN for all n in N, therefore psi belongs to AN BN for all n in N, therefore psi belongs to IN for all n in N. That means psi is the common point. ഓക്കെ, ഇതായിരുന്നു അതിലെ ഒരു പാർട്ട്. രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത്, ഈ പോസിബിൾ ദ ഇൻഫിമം എന്ന് പറയുന്നത് 0 ആണെങ്കിൽ സൈ യുണീക്ക് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ നമുക്ക് തന്നിട്ടുണ്ട്, എന്ത് തന്നിട്ടുണ്ട്? ഇൻഫിമം ഓഫ് ദി BN മൈനസ് AN എന്ന് പറയുന്നത് n in N, ഇതെന്ന് പറയുന്നത് 0 ആണെന്ന് തന്നിട്ടുണ്ട്. ഇത് 0 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ സൈ യുണീക്ക് ആണെന്ന് പറയണം. അതിന് വേണ്ടിയിട്ട് ഈ പോസിബിൾ ദർ എക്സിസ്റ്റ് അനദർ നമ്പർ ഈറ്റ സച്ച് ദാറ്റ് ഈറ്റ ബിലോങ്സ് ടു IN ഫോർ ഓൾ n in N. അപ്പൊ സൈ ബിലോങ്സ് ടു IN ആണ്, ഈറ്റ ബിലോങ്സ് ടു IN ആണ് ഫോർ ഓൾ n in N. ദാറ്റ് മീൻസ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ A1 B1, അടുത്ത നമ്മുടെ A2 B2, അടുത്ത A3 B3. അപ്പൊ ഇതിനകത്ത് എല്ലാ ഇന്റർവെല്ലും ആരുണ്ട്? സൈ ഉണ്ട്. അതുപോലെ ഇതിനകത്ത് എല്ലാ ഇന്റർവെല്ലും ആരുണ്ട്? ഈറ്റയും ഉണ്ട്. അപ്പൊ ഞാനൊരു A3 B3 എടുത്താൽ ഇവിടെ ഈറ്റയും ഉണ്ട്, ഇവിടെ സൈയും ഉണ്ട്. അപ്പൊ സൈ മൈനസ് ഈറ്റ എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് B3 മൈനസ് A3നെ കാട്ടിയും കുറവാണ്. B3 മൈനസ് A3നെ കാട്ടിയും കുറവാണ് സൈ മൈനസ് ഈറ്റ എന്ന് പറയുന്നത്. അപ്പൊ സൈ ആൻഡ് ഈറ്റ ബിലോങ്സ് ടു ഓൾ IN, എല്ലാ INലും ഉണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു സൈ ബിലോങ്സ് ടു IN ആൻഡ് ഈറ്റ ബിലോങ്സ് ടു IN ഫോർ ഓൾ n in N. ദാറ്റ് മീൻസ് സൈ ബിലോങ്സ് ടു IN എന്ന് പറഞ്ഞാൽ AN ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു BN. സൈ ബിലോങ്സ് ടു ഈറ്റ n എന്ന് പറഞ്ഞാൽ AN ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബീറ്റ n ഫോർ ഓൾ n in N. ഇതിന് രണ്ടിലുമുണ്ട്. ഈ ഇന്റർവെൽ എല്ലാത്തിലും സൈ ഈറ്റ ഉണ്ട്. അപ്പം ലെന്ത്, ദാറ്റ് മീൻസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഈറ്റ ആൻഡ് സൈ, that is modulus of eta minus psi, is less than or equal to, എപ്പോഴും ഇവര് ANന്റെയും BNന്റെയും, ഇപ്പൊ ഞാൻ ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ ANന്റെയും BNന്റെയും ഇടയിൽ സൈയും ഈറ്റയും ഉണ്ടെങ്കിൽ ഈ ഡിഫറൻസ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു BN മൈനസ് AN. അപ്പൊ മോഡ് ഈറ്റ മൈനസ് സൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു BN മൈനസ് AN. അതിന് എല്ലാ ഇന്റർവെല്ലും ഇത് ബാധകമാണ് ഫോർ ഓൾ n in N. കാരണം സൈയും ഈറ്റയും എല്ലാ ഇന്റർവെല്ലും ഉണ്ട്. I1ലും ഉണ്ട്, I2ലും ഉണ്ട്, I3ലും ഉണ്ട്, എല്ലാത്തിലും ഉണ്ട്. അപ്പം സൈയും ഈറ്റയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഓരോ BN മൈനസ് ANനെ കാട്ടിയും കുറവായിരിക്കും.
B1 മൈനസ് A1-നെക്കാട്ടിയും കുറവായിരിക്കും, B2 മൈനസ് A2-നെക്കാട്ടിയും കുറവോ അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കും, B3 മൈനസ് A3-നെക്കാട്ടിയും കുറവോ ഈക്വൽ ആയിരിക്കും. കാരണം ഇവർ രണ്ടുപേരും എല്ലാ ഇന്റർവെല്ലിലും ഉണ്ട്. ബട്ട് ഇൻഫിമം, ഇതിന്റെ ഏറ്റവും ചെറിയ വാല്യൂ ഇൻഫിമം ഓഫ് Bn മൈനസ് AN എന്ന് പറയുന്നത് 0 ആണെന്ന് തന്നിട്ടുണ്ട്. ഇത് ഏറ്റവും ചെറിയ വാല്യൂ 0 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ലെറ്റ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എടുക്കുന്നു. അപ്പൊ എപ്സിലോൺ 0-നെക്കാട്ടിയും ഗ്രേറ്റർ ആയതുകൊണ്ട് എപ്സിലോൺ കനോട്ട് ബി എ ലോവർ ബൗണ്ട് ഓഫ് ദ സെറ്റ്. ഇതിന്റെ ലോവർ ബൗണ്ട് ആകാൻ പറ്റില്ല, കാരണം 0 ആണ് ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് Bn മൈനസ് ANകളുടെ. അപ്പൊ Bn മൈനസ് ANകൾ എടുത്തു കഴിഞ്ഞാൽ വാട്ട് ഈസ് Bn മൈനസ് AN? നമ്മുടെ ഇന്റർവെലിന്റെ B1 മൈനസ് A1, B2 മൈനസ് A2, B3 മൈനസ് A3, അതിന്റെ ഏറ്റവും ചെറിയ ലോവർ ബൗണ്ട്, ഏറ്റവും ചെറിയ വാല്യൂ അത് 0 ആണ്. അപ്പൊ എപ്സിലോൺ പോസിറ്റീവ് ആയതുകൊണ്ട് ഈ Bn മൈനസ് ANകളുടെ ഈ സെറ്റിന്റെ ഒരു ലോവർ ബൗണ്ട് എപ്സിലോണിനാകാൻ പറ്റില്ല. അതിന്റെ അർത്ഥം എപ്സിലോണിനും 0യ്ക്കും ഇടയിൽ ഒരു Bm മൈനസ് AM ഉണ്ട്. ഏതെങ്കിലും ഒരു ലെന്തിന്റെ നീളം എപ്സിലോണിനെക്കാട്ടിയും കുറവും 0യെക്കാട്ടിയും കൂടുതലുമായിട്ടുണ്ടായിരിക്കും. ഏതെങ്കിലും ഒരു ചെറിയ ഇന്റർവെലിന്റെ ലെന്ത് എപ്സിലോണിനും 0യ്ക്കും ഇടയിൽ ഉണ്ടാകണം. അതാണ് നമ്മൾ ഇൻഫിമം പ്രോപ്പർട്ടി, സുപ്രീമം പ്രോപ്പർട്ടി ആ ഭാഗത്തെ ലെമ്മയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാരണം യു ഒരു ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആണെങ്കിൽ യു മൈനസ് എപ്സിലോൺ ഈസ് നോട്ട് ആൻ അപ്പർ ബൗണ്ട്. അതുപോലെ ടി ഒരു ലോവർ ബൗണ്ട് ആണെങ്കിൽ, ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ആണെങ്കിൽ ടി പ്ലസ് എപ്സിലോൺ എന്ന് പറയുന്നത് ഈസ് നോട്ട് ആൻ അപ്പർ ബൗണ്ട്, ഈസ് നോട്ട് എ ലോവർ ബൗണ്ട്. കാരണം ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ടി ആയിരിക്കും. അപ്പൊ ഇത് ഉണ്ടെന്ന് പറഞ്ഞാൽ യു സുപ്രീമം ആണെങ്കിൽ യു മൈനസ് എപ്സിലോൺ ഒരു അപ്പർ ബൗണ്ട് അല്ലെങ്കിൽ അതിന്റെ ഇടയിൽ നമ്മുടെ സെറ്റിലെ ഒരു എലമെന്റ് ഉണ്ടാകും. നമ്മുടെ സെറ്റ് Bn മൈനസ് ANകളാണ്. അപ്പൊ അതിലെ ഒരു എലമെന്റ് Bm മൈനസ് AM 0യ്ക്കും എപ്സിലോണിനും ഇടയിൽ ഉണ്ടാകണം. വേറെ M is any natural number. Therefore 0 less than or equal to Bm minus AM less than epsilon for every epsilon. Therefore modulus of eta minus psi is less than or equal to, ഞാനിവിടെ വെച്ചാൽ മോഡുലസ് ഓഫ് ഈറ്റ മൈനസ് psi ലെസ് ദാൻ ഓർ ഈക്വൽ ടു Bn മൈനസ് AN ഫോർ ഓൾ n എന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അല്ലെ. അവിടെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു Bm മൈനസ് ANും ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യും. എല്ലാ n-നും ഇത് സാറ്റിസ്ഫൈ ചെയ്യുമെങ്കിൽ ഒരു Bm മൈനസ് AMനും ഇത് സാറ്റിസ്ഫൈ ചെയ്യും. Therefore mod eta minus psi എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു Bn മൈനസ് AN ഫോർ ഓൾ n in n. Therefore mod eta minus psi less than or equal to Bm minus AM. Bm minus AM is less than epsilon for every epsilon. Therefore mod eta minus psi less than epsilon for every epsilon. Modulus of eta minus psi, that is a positive number. Therefore 0 less than mod eta minus psi less than epsilon for every epsilon. Therefore by this theorem, ഏതായിരുന്നു theorem നമ്മൾ പഠിച്ചേ? If 0 less than or equal to A less than epsilon for every epsilon, then A equal to 0. That is our theorem. Using that theorem, mod eta minus psi less than epsilon for every epsilon എന്ന് കിട്ടിക്കഴിഞ്ഞാൽ mod eta minus psi equal to 0. That is eta minus psi equal to 0. Eta equal to psi. That is the common point. Psi is unique എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്തത്. വേറൊരു ഈറ്റ ഉണ്ടെങ്കിൽ ആ ഈറ്റ സൈയുമായിട്ട് ഈക്വൽ ആകും എന്നാണ് നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തത്. ഇതിനെയാണ് നെസ്റ്റഡ് ഇന്റർവെൽ പ്രോപ്പർട്ടി എന്ന് പറയുന്ന തിയറം. പിന്നെ അതിന്റെ യൂണീക്നെസ്. ചിലപ്പോൾ ആദ്യത്തെ പാർട്ട് മാത്രമായിരിക്കും ചോദിക്കുക, അത് മാത്രം എഴുതുക. ഈ യൂണീക്നെസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടെ എഴുതണം. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ നെസ്റ്റഡ് ഇന്റർവെൽ പ്രോപ്പർട്ടി തിയറം. അടുത്ത തിയറം, ദി അൺകൗണ്ടബിലിറ്റി ഓഫ് R. That is, the set of all real numbers is uncountable. That means the set R of real numbers is not countable. Then we will prove that. അപ്പൊ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്, ആദ്യം ഒരു കൗണ്ടബിൾ അൺകൗണ്ടബിലിറ്റിയിൽ ഞാൻ പഠിപ്പിച്ചിരുന്നു. ഈ എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ആൻഡ് എസ് ഈസ് അൺകൗണ്ടബിൾ, ദെൻ ടി ഈസ് ഓൾസോ അൺകൗണ്ടബിൾ. ചെറിയ സെറ്റ് അൺകൗണ്ടബിൾ ആണെങ്കിൽ അതിന്റെ സൂപ്പർ സെറ്റും അൺകൗണ്ടബിൾ ആയിരിക്കും എന്ന് പഠിച്ചിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രൂവ് ചെയ്യുന്നു the closed interval 0,1 is a subset of R. Then we have to prove that closed interval 0,1 is uncountable. Therefore R is also uncountable. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത് ചെയ്യാനായിട്ട്
പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ. അപ്പൊ നമ്മൾ കോൺട്രഡിക്ഷനിലാണ് പ്രൂവ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ഇന്റർവൽ ഐ എന്ന് പറയുന്നത് ദ ക്ലോസ്ഡ് ഇന്റർവൽ 0,1 വിച്ച് ഈസ് കൗണ്ടബിൾ എന്ന് എടുക്കുന്നു. ദെൻ വി ഹാവ് എ കോൺട്രഡിക്ഷൻ. അതിലോട്ട് എത്തണം. അപ്പൊ ഇത് കൗണ്ടബിൾ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അസ്യൂം ദാറ്റ് ഐ ഈസ് കൗണ്ടബിൾ. ഒരു കൗണ്ടബിൾ ആണെങ്കിൽ, ഞാൻ നേരത്തെ നമ്മൾ എൻക്രോസ് ആൻഡ് കൗണ്ടബിൾ ഒക്കെ ആയപ്പോ എന്താ പറഞ്ഞേ, അതിനെ ഒരു സീക്വൻസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, സീക്വൻസ് ആയിട്ട് എഴുതാൻ പറ്റും. സീക്വൻസിന് എന്താ ഗുണം? സീക്വൻസിന് സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സുമായിട്ട് ഒരു 1-to-1 കറസ്പോണ്ടൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അത് കൗണ്ടബിൾ ആണെന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മളുടെ സെറ്റ് ഇവിടെ ഇന്റർവൽ 0,1 ഈസ് കൗണ്ടബിൾ എന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞപ്പോൾ ഈ 0,1നെ നമുക്ക് ഇങ്ങനെ സീക്വൻസ് ആയിട്ട് എന്യൂമറേറ്റ് ചെയ്ത് എഴുതാം. ദാറ്റ് മീൻസ് I 0,1ലെ എലമെന്റ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ 0, പിന്നത്തെ റിയൽ നമ്പേഴ്സ് x2, x3, x4 അങ്ങനെ അങ്ങനെ ഞാൻ സീക്വൻസിൽ എഴുതി. I കൗണ്ടബിൾ ആണെന്ന് അസ്യൂം ചെയ്തത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റിയത്. ഇനി നമ്മൾ സെലക്ട് എ ക്ലോസ്ഡ് സബ് ഇന്റർവൽ I1 ഓഫ് I such that x1 does not belongs to I1. ഇനി നമ്മൾ ഈ ഐ എന്ന് പറയുന്ന ക്ലോസ്ഡ് ഇന്റർവെലിന്റെ ഉള്ളിലുള്ള ഒരു സബ് ഇന്റർവൽ I1 എടുക്കുന്നു. ആദ്യത്തെ ആള് ഫോർ എക്സാമ്പിൾ 0 ആണെങ്കിൽ അത് x1 ഡസ് നോട്ട് ബിലോങ്സ് ടു I1. I1ൽ ഇല്ല, x1 ഇല്ല, x1 ഐയിലുണ്ട്. അപ്പൊ I1 is a subset of I. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? I1 അങ്ങനെ എടുത്തു. ഇനി നമ്മൾ then select a closed sub interval of I2 of I1 such that x2 does not belongs to I2. ഇനി നമ്മൾ അടുത്തെടുക്കുന്നത് I2 I1-നുള്ളിൽ എടുക്കുന്നു. എങ്ങനെ? ഐനുള്ളിൽ I1 എടുത്തു, അതിൽ x1 ഇല്ല. ഇനി I1-നുള്ളിൽ I2 ഞാൻ എടുത്തു, അതിൽ x2 ഇല്ല. അങ്ങനെ 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 നമ്മൾ ചെയ്യുന്നു. അപ്പൊ ഇതിൽ ഏറ്റവും വലിയ ആളാരാണ്? 0,1 എന്നുള്ള ക്ലോസ്ഡ് ഇന്റർവൽ I. പിന്നത്തെ I1 ആണ്. I1-നകത്ത് ആരില്ല? x1 ഇല്ല. അപ്പൊ I ആണ് വലുത്. അപ്പൊ I പിന്നെ I1. അപ്പൊ ഇനി I2 വരുമ്പോഴോ, I2 എന്ന് പറയുന്ന I1-ന്റെ സബ്സെറ്റ് ആണ്, അതിൽ x2 ഇല്ല. അപ്പൊ I2-ൽ ആരില്ല? ഇതിൽ x1 ഇല്ല. ഇനി I2 എടുക്കുമ്പോഴോ, I2-ൽ x1-ഉം ഇല്ല, x2-ഉം ഇല്ല, രണ്ടും I2-ൽ ഇല്ല. ഇനി നമ്മൾ I2-ന്റെ ഒരു സബ്സെറ്റ് എടുക്കുന്നു, I3 such that x3 does not belongs to I3. അപ്പൊ I3-ൽ ആരൊക്കെ ഇല്ല? x1 ഇല്ല, x2 ഇല്ല, x3 ഇല്ല. അങ്ങനെ അങ്ങനെ നമ്മൾ ഉള്ളിലോട്ട് ഇന്റർവെൽസ് കൺസ്ട്രക്ട് ചെയ്യുന്നു. അങ്ങനെ പോയി വരികയാണെങ്കിൽ എന്താ വരുന്നത്? ഇതങ്ങനെ IN-ൽ എത്തുമ്പോൾ I contains IN for all n in n. I is a superset of I1, I is a superset of I2, അതിനുള്ളിൽ I3, I4, etc. Therefore IN തിരിച്ചെഴുതുകയാണെങ്കിൽ, ഇതിനെ തിരിച്ചെഴുതുകയാണെങ്കിൽ IN is the subset of I for all n in n such that xn does not belongs to IN. എന്നുവെച്ചാൽ x1 I1-ൽ ഇല്ല, x2 എവിടെ ഇല്ല? x2 I2-ൽ ഇല്ല. പക്ഷെ I2-ൽ x1-ഉം ഇല്ല, x2 ഇല്ല. ഇനിയോ x3 I3-ൽ ഇല്ല. അപ്പൊ I3-ലോ x1, x2, x3 ഇല്ല. അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഓരോ ഇന്റർവെലും നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ആണ്. നമ്മൾ ആദ്യം എടുത്തത് 0,1 ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ്. അതിനുള്ളിൽ I1 എടുക്കുന്നു, അതും ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ്. അതിനുള്ളിൽ I2 ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ്. അപ്പൊ എല്ലാ ഇന്റർവെൽസും ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഇത് നെസ്റ്റഡ് ഇന്റർവെൽസ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇത് വെച്ചിട്ട് അത് എല്ലാവരും ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ആണ്. അതുകൊണ്ട് നമുക്ക് നെസ്റ്റഡ് ഇന്റർവെൽ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. എന്താണ് പ്രോപ്പർട്ടി? There exists a common point psi such that psi belongs to IN for all n in n. എല്ലാരിലും psi ഉണ്ടായിരിക്കും. I1-ലും ഉണ്ട്, I2-ലും ഉണ്ട്, I3-ലും ഉണ്ട്, I-ലും ഉണ്ട്, എല്ലാത്തിലും psi ഉണ്ട്. പക്ഷെ x1 എവിടെ ഇല്ല? I1-ൽ ഇല്ല. x2 I1-ലും, x2 I2-ലും ഇല്ല. അപ്പൊ x1, x2 I2-ൽ ഇല്ല. അപ്പൊ ആരല്ല? psi എന്ന് പറയുന്നത് x1 അല്ല, x2 അല്ല, x3 അല്ല, ആരും അല്ല. psi is not equal to xn for all n in n. That is psi is not equal to x1, അതുപോലെ psi is not equal to x2, x3 അല്ല, അങ്ങനെ xn അല്ല, ആരും അല്ല. കാരണം എല്ലാത്തിലും വരുന്ന ആളായിരിക്കണം. x1 I1-ൽ ഇല്ല, x1 x2 I2-ൽ ഇല്ല, x1 x2 x3 I3-ൽ ഇല്ല. അപ്പൊ ഇവരൊന്നും അല്ല psi. അപ്പൊ psi വേറൊരാളാണ്, വേറൊരു കോമൺ പോയിന്റ്. That is psi is not equal to xn for all n in n. അപ്പൊ psi എവിടെ ഉണ്ട്? I-ലുണ്ട്. I-ലുള്ള ആൾക്കാരാണ് ഇവരെല്ലാം. x1 x2 x3 എല്ലാം I-ലുണ്ട്. psi-യും I-ലുണ്ട്.
There exists a common point psi in I such that psi belongs to in for all n in n. അപ്പൊ psi iലുണ്ട്. നമ്മൾ പറഞ്ഞത് I എന്ന് പറയുന്നത് 0,1നെ ഞാൻ x1, x2, x3, x4 എക്സെട്ര ഇങ്ങനെയാണ് എന്യൂമറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവരൊന്നുമല്ല psi എന്നാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. അപ്പൊ I എന്ന് പറയുന്നത് ഈ സീക്വൻസിൽ ഇങ്ങനെ എഴുതാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ തുടങ്ങിയ കൗണ്ടബിൾ ആണെന്ന്. അപ്പൊ എനിക്കൊരു psi കിട്ടി. psi ഇതിലൊന്നും പെടാത്ത ഒരാളാണ്. അപ്പൊ നമ്മുടെ enumeration is not complete. Therefore, I is not complete. The enumeration of I, that is the listing of the elements of I, is not complete. That means our assumption is wrong. Therefore, I is an uncountable set. I ഒരു അൺകൗണ്ടബിൾ ആണ്. നമ്മൾ കൗണ്ടബിൾ ആണെന്ന് അസ്യൂം ചെയ്തത് റോങ് ആണ് എന്ന് നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് I എന്ന് പറയുന്നത് ഒരു അൺകൗണ്ടബിൾ സെറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മള് എന്താ പറഞ്ഞു? ദ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആർ I അൺകൗണ്ടബിൾ ആയതുകൊണ്ട് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് അതിന്റെ സൂപ്പർ സെറ്റ് ആയ ആറും അൺകൗണ്ടബിൾ ആണ് എന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്തു. ഇനി ആർ അൺകൗണ്ടബിൾ ആണ്, Q നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട് കൗണ്ടബിൾ ആണെന്ന്. R എന്ന് പറയുന്നത് Q യൂണിയൻ R മൈനസ് Q, ദാറ്റ് ഈസ് റാഷണൽ യൂണിയൻ ഇറാഷണൽ. Q കൗണ്ടബിൾ ആണ്, R അൺകൗണ്ടബിൾ ആണ്. അപ്പോൾ R മൈനസ് Q irrational numbers R minus Q is also uncountable. അപ്പൊ set of all irrational numbers is uncountable എന്നാണ് അതിൽ നിന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം. ഇനി Cantor's second proof. ഈ തിയറത്തിന്റെ പേര് Cantor's second proof എന്ന് വെച്ചാൽ I equal to 0, 1 is countable ആണെന്നുള്ളതിന്റെ വേറൊരു പ്രൂഫാണ്. അതിനെ Cantor's second proof എന്ന് വിളിക്കുന്നു. എന്താണ്? ഇഫ് പോസിബിൾ Cantor's സെക്കൻഡ് പ്രൂഫ് എന്ന് പറഞ്ഞാൽ I equal to 0, 1 അൺകൗണ്ടബിൾ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ നമ്മൾ എടുക്കുന്നു ഇഫ് പോസിബിൾ I equal to 0, 1 ഈസ് എ കൗണ്ടബിൾ സെറ്റ്. അപ്പോഴും ഇതേപോലെ തന്നെ പോവാണ്. ദെൻ വി ക്യാൻ എന്യൂമറേറ്റ് I ആസ്, നമ്മൾ ഐനെ നമ്മൾ എന്യൂമറേറ്റ് ചെയ്യുന്നു x1, x2, x3 എക്സെട്ര എന്ന് നമ്മൾ സീക്വൻസ് ആയിട്ട് എഴുതുന്നു. അപ്പൊ ഏതൊരു റിയൽ നമ്പർ എക്സ് ബിലോങ്സ് ടു 0,1നെ ഞാൻ ഇങ്ങനെ എന്യൂമറേറ്റ് ചെയ്ത് സീക്വൻസ് ആയിട്ട് എഴുതി. അതുപോലെ നമ്മൾക്കറിയാം ഏതൊരു റിയൽ നമ്പർ എടുത്താലും 0,1ലുള്ള ഏതൊരു റിയൽ നമ്പർ എടുത്താലും നമുക്കറിയാം അതിനൊരു ഡെസിമൽ റെപ്രസെന്റേഷൻ ഉണ്ടായിരിക്കുമെന്ന് നമുക്കറിയാം അല്ലെ. 0ക്കും 1നും ഇടയിൽ 1/2 എടുത്തു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ എഴുതാം? 0.5. 1/3 എടുത്തു കഴിഞ്ഞാലോ 0. something. 1/4 0. something. അങ്ങനെ 0ക്കും 1നും ഇടയിലുള്ള ആരെയും നമുക്ക് ഡെസിമൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ നമ്മൾ എടുക്കുന്നു 0ക്കും 1നും ഇടയിലുള്ള ഒരു എലമെന്റ് ആണ് എക്സ് എന്ന് നമ്മൾ എടുത്തു. അപ്പൊ എക്സിനും ഉണ്ട് ഒരു ഡെസിമൽ റെപ്രസെന്റേഷൻ. അത് ഞാൻ എന്തെന്ന് കൊടുത്തു? എക്സ് is equal to 0.b1, b2, b3 എക്സെട്ര bn എന്ന് കൊടുത്തു. വേർ ബി ഐ എന്ന് പറയുന്നത് എവിടം വരെ പോവും? 0, 1, 2, 3 എക്സെട്ര അപ് ടു 9 അവിടം വരെയുള്ള നമ്പേഴ്സ് ആണ് വരുന്നത് അല്ലെ. ഇത്ര നമ്പേഴ്സിലാണ് നമ്മൾ ഡെസിമൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഏതൊരു നമ്പറിനെ നമ്മൾ എഴുതുന്ന 0.2567 അങ്ങനെ അങ്ങനെയല്ലേ എഴുതുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദെൻ ഈച്ച് xi belongs to I has a each xi belongs to I has a decimal representation as displayed below. ഇനി നമ്മൾ എക്സ് എടുത്താൽ അതിനെ അങ്ങനെ എഴുതാം. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ്, എക്സിലുള്ള എലമെന്റ്സിനെയൊക്കെ നമ്മൾ പറഞ്ഞതാണ് ഇതിനെ ഇങ്ങനെ എന്യൂമറേറ്റ് ചെയ്യാന്ന്. അപ്പൊ x1 0ക്കും 1നും ഇടയില, x2 അതെ 0ക്കും 1നും ഇടയിൽ, x3യും 0ക്കും 1നും ഇടയിൽ. അപ്പൊ ഇവരെ എല്ലാരെയും നമുക്ക് ഡെസിമൽ റെപ്രസെന്റേഷനിൽ എഴുതാം. അപ്പൊ എങ്ങനെ അവര് ഡെസിമൽ റെപ്രസെന്റേഷനിൽ എഴുതുന്നു? x1നെ നമ്മൾ x1നെ 0.b11, b12, b13 എക്സെട്ര. x2നോ 0.b21, b22, b23 എക്സെട്ര. xന് 0.bn1, bn2, bn3 എക്സെട്ര, bnn എക്സെട്ര. അങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്തു അങ്ങനെ ഓരോരുത്തരെയും. അപ്പൊ ഇവിടെ bij എന്ന് പറയുന്നത് എന്താണ്? 0, 1, 2 എക്സെട്ര അപ് ടു 9 ഓരോരുത്തരും. for ij belongs to n. ഇങ്ങനെയാണ് 1, 2, 3 എക്സെട്ര ഇതിനുള്ളിലാണ് bij വരുന്നത്. ഐയും ജെയോ ഏതെങ്കിലും ഒരു നാച്ചുറൽ നമ്പേഴ്സ് ആ രീതിയിൽ നമ്മൾ ഇവിടെ റെപ്രസെന്റ് ചെയ്തു. x1, x2, x3നെ ഒക്കെ നമ്മൾ ഡെസിമൽ റെപ്രസെന്റേഷൻ ആക്കി കൊടുത്തു. ഇനി നമ്മൾക്ക്
നൗ കൺസിഡർ എ റിയൽ നമ്പർ. അപ്പൊ നമ്മുടെ ജോലി എല്ലാവരും ഇതിന്റെ പുറത്ത് വേറൊരു നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഐ കൗണ്ടബിൾ ആണെന്ന് അസ്യൂം ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ എഴുതിയത്. അപ്പൊ നമുക്കൊരു കോൺട്രഡിക്ഷൻ കിട്ടണം. കാരണം ഐയുടെ ഈ എന്യൂമറേഷൻ ശരിയല്ല, ഇതിന്റെ പുറത്ത് 0ക്കും 1നും ഇടയിൽ വേറൊരു റിയൽ നമ്പർ ഉണ്ട്, 0 ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റണം. ഇപ്പൊ ഐയിലുള്ള എലമെന്റ്സിനെ എല്ലാം, ഐ എന്ന് പറഞ്ഞാൽ 0ക്കും 1നും ഇടയിലുള്ള എല്ലാവരെയുമാണ് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. 0ക്കും 1 മുതലുള്ള എല്ലാത്തിനെയും 0, 1, 2 അങ്ങനെ റെപ്രസെന്റ് ചെയ്ത് എഴുതിയിരിക്കുകയാണ് ഇത്. ഇതിന്റെ പുറത്ത് 0ക്കും 1നും ഇടയിൽ എനിക്കൊരു റിയൽ നമ്പർ കണ്ടെത്താൻ പറ്റിയാൽ ഈ എന്യൂമറേഷൻ കംപ്ലീറ്റ് അല്ല, ഈ ലിസ്റ്റിംഗ് കംപ്ലീറ്റ് അല്ല. അപ്പൊ 0ക്കും 1നും ഇടയിലുള്ള എലമെന്റ്സിനെ എനിക്ക് ഇങ്ങനെ സീക്വൻസിൽ എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് ഐ അൺകൗണ്ടബിൾ ആണ്. നമ്മുടെ കൺക്ലൂഷൻ, നമ്മുടെ അസംഷൻ റോങ് ആണ്. ഐ കൗണ്ടബിൾ അല്ല, ഐ അൺകൗണ്ടബിൾ ആണെന്ന് പറയാണ് വേണ്ടത്. അതിനാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, അപ്പൊ ഈ 0ക്കും 1നും ഇടയിലുള്ള x1, x2, x3 ഒക്കെ നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തു. ഇനി നമ്മൾ കൺസിഡർ എ റിയൽ നമ്പർ y is equal to 0.y1, y2, y3, yn എക്സെട്ര എന്ന് നമ്മൾ അങ്ങോട്ട് ഒരു റിയൽ നമ്പറിനെ എഴുതി ഡിഫൈൻഡ് ബൈ, അതിനെ എങ്ങനെ നമ്മൾ ഡിഫൈൻഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ yi is equal to 2 ifbii greater than or equal to 5 and bii ആണ്, and yi equal to 7 if bii less than or equal to 4. That is yi equal to 2 തന്നെ വേണമെന്നൊന്നുമില്ല, ഇവിടെ 3 ആകാം. if bii greater than or equal to 5, ഇവിടെ 8 ആകാം. if bii less than or equal to 4, ഏതെങ്കിലും രണ്ട് നമ്പർ 0യും 9ഉം നമ്മൾ കൊടുക്കരുത്. വേറെ 1 to 8ലുള്ള ഏതെങ്കിലുമായിട്ട് ഞാൻ yiനെ ഇങ്ങനെ ഡിഫൈൻ ചെയ്തു. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം, എന്തുകൊണ്ട് 0യും 9ഉം കൊടുക്കാൻ പാടില്ല എന്ന് പറയാം. അപ്പൊ നമ്മൾ പറയുന്നത് ഒബ്വിയസ്ലി y ബിലോങ്സ് ടു 0, 1 എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം ഈ ഡെഫിനിഷൻ കറക്റ്റ് ആണോ, അത് ശരിയാണോ എന്ന് നമ്മൾ നോക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മളുടെ ഇതിന്റെ ഉള്ളിലല്ലാത്ത രീതിയിൽ നമ്മൾ എഴുതാൻ പോവാണ്. അപ്പൊ ഞാനിവിടെ x1, ഫോർ എക്സാമ്പിൾ ഈ x1, x2, x3 ഇവരൊന്നും അല്ല എൻ്റെ y എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതിൽ പെടാത്ത ഒരാളാണെന്ന് ഞാൻ പറയാൻ പോവാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന x1 എന്ന് പറയുന്നത് ഞാൻ എടുക്കുന്നു 0.23567 എക്സെട്ര. x2 എന്ന് പറയുന്നത് 0.11531 എക്സെട്ര. ആൻഡ് x3 എന്ന് പറയുന്നത് x2 equal to 0.1523 etc. and x3 equal to 0.1178112 etc. and x4 is equal to 0.221 എക്സെട്ര. ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഞാൻ എങ്ങനെ y ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, y എന്ന് പറയുന്നത് y is defined as yi is defined as yi is equal to 2 if bii greater than or equal to 5 and 7 if bii less than or equal to 4 എന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതനുസരിച്ചിട്ട് ഞാൻ y എടുക്കുമ്പോൾ 0.y1 എന്ന് പറയുമ്പോൾ y1 b11 greater than or equal to 5 ആണെങ്കിൽ അത് 2 ആണ്. b11 ഏതാണ്, x1 b11 2. അപ്പൊ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 അല്ല, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആണ്. bii ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആകുമ്പോൾ 7 എന്നാണ് നമ്മൾ എടുത്തിരിക്കുന്ന yi അല്ലെ. ഇതാണ് എന്റെ ഡെഫിനിഷൻ. ഒന്നുകൂടെ ഞാൻ നോക്കാം എന്താണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നോക്കാം. bii ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 ആണെങ്കിൽ 2 ആണ്. bii ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആണെങ്കിൽ 7 ആണ്. ഓക്കെ, അപ്പൊ നമ്മളുടെ ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ എഴുതാം, അപ്പൊ നമ്മുടെ y എന്ന് പറയുന്നത് ഇത് ഞാൻ ഇതാണ് കണ്ടീഷൻ. അപ്പൊ ഞാൻ y എഴുതാൻ പോകുന്നത് y is equal to 0.y1 എന്ന് പറയുന്നത് b11 നോക്കുക, b11 2 ആണ്. b11 2 4നെ കാട്ടിയും കുറവാണ്, അപ്പൊ 7 എഴുതി 0.7. ഇനി അടുത്ത y2 എന്ന് പറയുന്നത് b22 എത്രയാണ്, ഇതാണ് b11 b21 b22 x2ന്റെ രണ്ടാമത്തെ ആള് 5 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 ആകുമ്പോൾ 2 ആണ്. x3 b33 1 2 മൂന്നാമത്തെ ആള് 7
ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 ആകുമ്പോൾ 2 ആണ്. x4 B41 42 43 44 B44 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആണ്. ഇതാണ് B44. 4 കുറവാണ് 1. അതുകൊണ്ട് y എന്ന് പറയുന്നത് 7 ആണ്. അപ്പൊ y4 എന്ന് പറയുന്നത് 7 ആണ്. ഇങ്ങനെ പോകും y-യുടെ വാല്യൂ. അപ്പൊ ഇതിലൊന്നും പെടാത്തതായിരിക്കും ഈ y. ഇനി ഫോർ എക്സാമ്പിൾ നമ്മൾ എടുക്കുന്ന x5 എന്ന് പറയുന്നത് ഞാൻ എടുക്കുകയാണ്, ഇത് തന്നെയാണെന്ന് വെച്ചോളൂ. 0.7227 161 എക്സെട്ര ആണെന്ന് വെച്ചോളൂ. അപ്പോൾ ഇത് രണ്ട് സെയിം ആവുമോ നോക്കാം. അപ്പൊ നമ്മുടെ അടുത്ത y ഈക്വൽ ടു 0.7227. ഇനി അടുത്ത ആളിന്റെ എന്താണ് y1 y2 y3 y4. ഇനി y5 നോക്കാൻ B55 നോക്കണം. 1 2 3 4 5 B55 1 എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആണ്. അപ്പൊ എന്താ വരിക? 7 ആണ് വരിക. അപ്പൊ ഇതുമായിട്ട് ഈക്വൽ അല്ല. ഇനി അടുത്ത ആള് ഞാൻ എഴുതുന്നത് 7227 ഇട്ട് കഴിഞ്ഞിട്ട് അടുത്തത് ഒരാള് ഞാൻ 5 ആണ് ഇടുന്നതെങ്കിൽ അടുത്ത നമ്പർ എനിക്ക് എന്താ വരിക? ഇതില് 5 ആണെങ്കിൽ 2 വരും. അപ്പോഴും ഇത് സെയിം അല്ല. ഞാൻ ഇതിൽ നിന്ന് കൺസ്ട്രക്ട് ചെയ്ത് x1 x3 x4 എടുത്താലും വീണ്ടും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ y-യുടെ ഭാഗം ദിസ് ഈസ് 0.y1 y2 y3 y4 എക്സെട്ര എന്നുള്ളത് ഈ ഡെഫിനിഷൻ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന y ഈ x1 x2 x3 x4 ഒന്നും ഈക്വൽ ആകില്ല. അപ്പം y ഈസ് എ റിയൽ നമ്പർ ദാറ്റ് y ബിലോങ്സ് ടു I, that means y belongs to 0,1 and y is not equal to xn. ഈ xnകൾ ഒന്നുമല്ല y. അപ്പൊ y is not equal to any of the number with 2 decimal representation. അപ്പൊ y ഇത് ഒന്നുമായിട്ട് വരത്തില്ല. ദാറ്റ് ഈസ് ഇവിടെ ഇല്ല. ഫർദർ ഈ സെന്റൻസ് ഇല്ല. ഫർദർ ഫോർ n further y and xn differ in the nth decimal place and hence y not equal to xn for all n in n. ഇവിടെ ഈ സെന്റൻസ് ഇല്ല, നിങ്ങൾ നോട്ടിൽ വെട്ടിക്കളയണം. ഫർദർ y and xn differ in the nth decimal place and hence y is not equal to xn for all n in n. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ x1ന്റെ എടുത്തു കഴിഞ്ഞാൽ അത് സെയിം എലമെന്റ് ആ വെച്ചാലും x1 nth പ്ലേസിൽ എത്തുമ്പോൾ എന്ന് വെച്ചാൽ B11 B22. ഇപ്പൊ ഞാൻ y എടുക്കുന്ന y റിയൽ നമ്പർ x1 ആയിട്ട് എവിടെ മാറ്റം വരും? ഫസ്റ്റ് എലമെന്റിൽ മാറ്റം വരും. കാരണം ഫസ്റ്റ് എലമെന്റ് B11 ആണ്. അത് 5-നെക്കാട്ടിയും കൂടുതലാണെങ്കിൽ 2 ആകും, 5-നെക്കാട്ടിയും കുറവാണെങ്കിൽ അത് 7 ആകും. ഇനി അതുപോലെ B2-ലെത്തുമ്പോൾ x2 ആയിട്ട് നോക്കുമ്പോഴോ x2 ആയിട്ട് നോക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? x2-ലെത്തുമ്പോൾ ഇനി വീണ്ടും x2-ലെത്തുവാണെങ്കിൽ x2-ന്റെ സെക്കൻഡ് എലമെന്റ് എന്ന് പറഞ്ഞാൽ B22 ആണ്. അപ്പം B22 0.2 B21 B22 B22 5-നെക്കാട്ടിയും കൂടുതലാകുകയാണെങ്കിൽ അത് 2 ആകും, 4-നെക്കാട്ടിയും കുറവാണെങ്കിൽ അവിടെ 7 ആകും. അപ്പോഴും x1 x2 കൂടെ x1 എന്ന് പറയുന്നത് ഫസ്റ്റ് പ്ലേസിലും y ആയിട്ട് ഈക്വൽ ആകില്ല, x2 എന്ന് പറയുന്നത് സെക്കൻഡ് പ്ലേസിൽ y ആയിട്ട് ഈക്വൽ ആകില്ല, x3 എന്ന് പറയുന്നത് B33 ഇങ്ങനെ ഡിഫൈൻ ചെയ്യുമ്പോൾ അത് x3 ആയിട്ടും തേർഡ് പ്ലേസിൽ ഈക്വൽ ആകില്ല. അങ്ങനെ ഈ y എന്ന് പറയുന്ന ഒരു xനുമായിട്ടും ഈക്വൽ ആകില്ല. y is not equal to xn in the nth place. nth പ്ലേസിൽ അവർ ഡിഫർ ആയിരിക്കും അവിടെ സംഭവിക്കുന്നത്. ഓരോ y-യും xനുകളും അവരുടെ nth പ്ലേസിൽ വെച്ച് ഡിഫറെന്റ് ആയിരിക്കും. y not equal to xn for all n, therefore y is not indicated in the enumeration of I. ആ i-നെ നമ്മൾ എന്യൂമറേറ്റ് ചെയ്ത് കാണിച്ചതിനകത്ത് നമ്മുടെ y ഇല്ല. അതുകൊണ്ട് നമ്മുടെ എന്യൂമറേഷൻ എന്ന് പറയുന്ന കംപ്ലീറ്റ് ലിസ്റ്റ് അല്ല. ഐനെ അങ്ങനെ സീക്വൻസ് ആയിട്ട് എഴുതിയാൽ അത് കംപ്ലീറ്റ് ആകുന്നില്ല. therefore I കൗണ്ടബിൾ ആണെന്നുള്ളത് കോൺട്രഡിക്ഷൻ ആയി മാറും. therefore I is uncountable. ഇതാണ് കാന്റേഴ്സ് സെക്കൻഡ് പ്രൂഫ്. അപ്പൊ ഈ കാന്റേഴ്സ് സെക്കൻഡ് പ്രൂഫിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് y എങ്ങനെ കൺസ്ട്രക്ട് ചെയ്തു എന്നാണ്. അപ്പൊ yn is not equal to, ഇവിടെ ഈ സെന്റൻസ് നിങ്ങൾ വെട്ടണം, ഈ സെന്റൻസ് ഇല്ല. അപ്പം y and xn are differ in the nth പ്ലേസിൽ അവർ ഡിഫർ ആയി മാറും നമ്മുടെ ഈ ഡെഫിനിഷൻ വെച്ചിട്ട്. പക്ഷെ y എന്ന് പറയുന്നത് 0,1-ലെ ഒരു എലമെന്റുമാണ്. ഞാൻ ഇങ്ങനെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ മേൽ കിടക്കുന്ന x1 ആയിട്ട്
y എന്ന് പറയുന്നത് ഫസ്റ്റ് പൊസിഷനിൽ ചേഞ്ച് ആകും. ഇത് 5-നേക്കാട്ടിയും വലുതാണ്. 5ഉം 4ഉം എന്നൊക്കെ നമ്മളൊരു എക്സാമ്പിൾ കൊടുത്തത്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഡിഫൈൻ ചെയ്യാം. 6ഉം 7ഉം ആക്കാതെ അതിന് പകരം 0ഉം 9ഉം അല്ലാതെ ഏത് വാല്യൂം 2നും 7നും പകരം കൊടുക്കാം. x2ഉം y കൂടെ എടുക്കുമ്പോൾ b22നെ ഡിപ്പെൻഡ് ചെയ്തിട്ട് 5-നേക്കാട്ടിയും വലുത് 5ഉം ആണെങ്കിൽ അത് 2 ആകും, അല്ലെങ്കിൽ അത് 7 ആകും. അങ്ങനെ അതാത് എന്ത് പ്ലേസിൽ എക്സനുകൾ വൈയുമായിട്ട് ഡിഫർ ആയിരിക്കും. അതുകൊണ്ട് y ഒരിക്കലും ഇവരാരുമല്ല. അതുകൊണ്ട് നമ്മുടെ i ഈസ് നോട്ട് കൗണ്ടബിൾ. ഇനി ഞാൻ പറഞ്ഞു, നമ്മൾ എടുക്കുമ്പോൾ വൈയുടെ ഡെഫിനിഷൻ എടുക്കുമ്പോൾ ഒരിക്കലും നമ്മൾ 0യും 9ഉം എടുക്കാൻ പാടില്ല എന്നിവിടെ പറഞ്ഞു. കാരണം 0യും 9ഉം എടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, 0.19ഉം 0.20ഉം ഒരേ നമ്പറാണ്. അതുകൊണ്ട് ഇത് ഒന്നായിട്ട് നമ്മൾ മാറ്റും. അതുകൊണ്ട് 9ഉം 0യും ഒരിക്കലും നമ്മൾ ഇവിടെ ഡിഫിനിഷനിൽ എടുക്കില്ല. എന്ന് വെച്ചാൽ രണ്ടെണ്ണം ഈക്വൽ ആയിട്ട് വരാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഇത് നമ്മൾ ഒഴിവാക്കും. ഏതാ? 0യും 9ഉം ഇവിടെ വാല്യൂ ഈ 2നും 7നും പകരം ഒരിക്കലും കൊടുക്കില്ല. ബാക്കി എല്ലാ വാല്യൂസും 1, 2 എക്സെട്ര അപ് ടു 8 വരെ ഉള്ളത് ഇവിടെ കൊടുക്കാം. ഇവിടെ നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ നമ്മുടെ ഈ തിയറം കംപ്ലീറ്റ് ആകും. അപ്പൊ കാൻഡേഴ്സ് സെക്കൻഡ് പ്രൂഫും പറയുന്നത് the closed interval 0,1 is uncountable, that is not countable. ഓക്കെ, ഇതോടുകൂടി ഈ സെക്ഷൻ കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് സീക്വൻസസ് ആൻഡ് സീരീസ് ആണ്. ഞാൻ അങ്ങോട്ട് പോകും. അതുവരെയുള്ള ഭാഗങ്ങൾ നിങ്ങൾ നന്നായി പഠിക്കുക. ഓക്കെ.